പിന്നെ എൻ്റെ സ്റ്റാഫിൽ ആരുമില്ല. എൻ്റെ സ്റ്റാഫിൽ ഈ കേസുമായി ബന്ധപ്പെട്ട ഒരാളുമില്ല. അത് കുറേ ദിവസമായിട്ട് ഈ തൂഫാനെ പരാജയപ്പെടുത്താൻ ചില ആളുകൾ ഇങ്ങനെ ഇളക്കി വിടുന്നതാണ്. അത് തൂഫാനുമായി ബന്ധപ്പെട്ടത് ഇഷ്ടപ്പെടാത്തവരാരും ചെയ്യുന്നത്. അങ്ങനെ ആരും ചെയ്യരുത്. കാരണം ഇത് എനിക്ക് വേണ്ടി അല്ലല്ലോ, ഇത് നമുക്ക് പോലീസിന് വേണ്ടി അല്ലല്ലോ, ഈ നാടിന് വേണ്ടിയുള്ള ഒരു വലിയ ശ്രമമല്ലേ. അതിനകത്ത് രാഷ്ട്രീയം കാണാതെ എല്ലാവരും സഹകരിക്കും. എൻ്റെ സ്റ്റാഫിൽ അത്തരം അങ്ങനെ ഒരാളും ഉണ്ടാവില്ല. ഇപ്പം 17 പേരെ എൻ്റെ സ്റ്റാഫിലുണ്ട്, ഇപ്പം ഡിക്ലെയർ ചെയ്തുകൊണ്ട് അതിലാരുമില്ല. ഇനിയും 25 പേരെ വരെ വെക്കാം, അതിനകത്തും ആളുണ്ടാവില്ല. ഈ സോഷ്യൽ മീഡിയയിലൂടെയും പത്രങ്ങളിലൂടെയും അനാവശ്യമായ വാർത്തകൾ ദയവായി പ്രചരിപ്പിക്കും. സത്യം എന്താണെന്നൊന്ന് എന്നോട് വിളിച്ചു ചോദിക്കണം. നിങ്ങളുടെ കൂടെ ഏതെങ്കിലും ഇങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ഉണ്ടോ ചോദിച്ചാൽ ഞാൻ പറയുമല്ലോ. ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ പത്രസമ്മേളനം നടത്തി ഇന്നലെ പറയുന്നത് കേട്ടു. അവർക്ക് എന്നോടൊന്ന് ചോദിക്കാമല്ലോ, ഉണ്ടോ, ഇനി ആളിനെ വെച്ചോ, ഇനി ആളിനെ വെച്ചില്ലേ എന്ന് എന്നോട് ചോദിക്കാമല്ലോ. നഹാസ് എന്ന് പറയുന്ന ആൾ യൂത്ത് കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ട സെക്രട്ടറിയാണ്. അദ്ദേഹം എന്നോട് സ്റ്റാഫിൽ വരണമെന്നും പറഞ്ഞിട്ടില്ല, ഞാൻ അദ്ദേഹത്തെ എടുത്തിട്ടുമില്ല. ഇത് അവിടുന്ന് ആരോ വാർത്ത കൊടുത്തതിൻ്റെ പേരിൽ ഇങ്ങനെ പറഞ്ഞു നടക്കുക. അദ്ദേഹം എന്നോട് വേണമെന്നും പറഞ്ഞിട്ടില്ല, അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയിട്ടില്ല. അതൊരു യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകൻ നേതാവാണ്, AP സെക്രട്ടറിയാണ്. അയാളുടെ ബ്രദറാണ് ഇതിനകത്ത് ഉള്ളതെന്നാണ് പറയപ്പെടുന്നത്. ഏതായാലും അങ്ങനെ ഒരാളിനെ ഞാൻ സ്റ്റാഫിൽ എടുത്തിട്ടില്ല, എന്നോട് വേണമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുമില്ല. ഇതാരെങ്കിലും എവിടെയെങ്കിലും എന്തെങ്കിലും എഴുതുന്നത് കേട്ടിട്ട് ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ ദയവായി പത്രസമ്മേളനം നടത്തരുത്. ഇത് ഈ തൂഫാനെ എങ്ങനെയെങ്കിലും ദുർബലപ്പെടുത്താനാണ് നീക്കമെങ്കിൽ അതുകൊണ്ടൊന്നും ഒരു കാരണവശാലും തൂഫാൻ ദുർബലപ്പെടുന്ന പ്രശ്നമില്ല. ദിസ് ഈസ് എ വെഞ്ചർ ഫോർ ദ ഫ്യൂച്ചർ. നാടിനും സമൂഹത്തിനും വേണ്ടിയിട്ടുള്ള ഒരു മുന്നേറ്റമാണ്. ഞാൻ ഒന്നുമല്ലാതിരുന്ന, എനിക്കൊരു സ്ഥാനമില്ലായിരുന്ന കാലത്ത് ഞാൻ 14 ജില്ലയിലും ഞാൻ ഈ പരിപാടി നടത്തിയ ആളാണ്. വാക്കത്തോൺ അന്നത്തെ മുഖ്യമന്ത്രി എന്നെ ആ കാര്യത്തിൽ അഭിനന്ദിച്ചതാണ്, അന്നത്തെ മന്ത്രിമാരെല്ലാം അഭിനന്ദിച്ചതാണ്. വാക്ക് അഗൻസ്റ്റ് ഡ്രഗ്സ്. അപ്പോൾ അത് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ അത് കേരള ഗവൺമെൻറ് തന്നെ ഇപ്പോൾ നടത്തുന്നു എന്ന് മാത്രം കണ്ടാൽ മതി.